ഓക്കെ, എല്ലാവർക്കും കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ് എവറി വൺ ക്യാൻ ഹിയർ മീ. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, യെസ്, എല്ലാവർക്കും കേൾക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ് 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 ഓൾ റൈറ്റ്, ഓൾ റൈറ്റ്. സൗണ്ട് ക്ലിയർ ആണ്. സോ ഇന്നലെ ഞാൻ നിർത്തിയോടത്ത് തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വി ഡിസ്കസ്ഡ് അബൌട്ട് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് അല്ലേ. നമ്മൾ എന്തിനെ പറ്റി ഡിസ്കസ് ചെയ്തത്? വി ഡിസ്കസ്ഡ് അബൌട്ട് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്. ഓൾറൈറ്റ്, ഓക്കെ, ഫൈൻ, ശരി ശരി ശരി. ഓക്കെ, അപ്പോൾ നമുക്കിനി ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് ആയ സ്ഥിതിക്ക് യെസ്, ഓക്കെ, ഫൈൻ, ഓക്കെ ഓക്കെ, ഓൾ റൈറ്റ്, ശരി. അപ്പോൾ നമ്മളിനി ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് ആണ് നമ്മൾ ഇന്നലെ നോക്കിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിന്നാണ് സത്യം പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഏത് കോൺസെപ്റ്റ് നിന്നാണ്? ഇക്വേഷൻസ് എന്നുള്ള കോൺസെപ്റ്റ് നിന്നാണ് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഇന്നലെ നോക്കിയ കാര്യങ്ങളുടെ ഒരു ചെറിയ റീക്യാപ്പ് നമുക്കെടുക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര തരത്തിലുള്ള ഇക്വേഷൻസ് ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര തരത്തിലുള്ള ഇക്വേഷൻസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തത്? വി ഡിസ്കസ്ഡ് അബൌട്ട് ദ കോൺസെപ്റ്റ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആൻഡ് വി ഡിസ്കസ്ഡ് അബൌട്ട് ദ കോൺസെപ്റ്റ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. 2 തരത്തിലുള്ള കോൺസെപ്റ്റുകളാണ് നമ്മൾ പറഞ്ഞത്. ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസും അതുപോലെ തന്നെ ലീനിയർ ഇക്വേഷൻസും ക്വാഡ്രാറ്റിക് ഇക്വേഷൻസും 2 തരത്തിലുള്ള ഇക്വേഷൻസ് ആയിട്ട് നമുക്കതിനെ മെൻഷൻ ചെയ്യാം അല്ലേ. അപ്പോൾ അങ്ങനെ മെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളതാണ് അല്ലേ. എങ്ങനെയാണ് നമ്മളിത് രണ്ടിനെയും തിരിച്ചറിയുക? ഡിഫറൻസ് ബിറ്റ്വീൻ ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആൻഡ് ലീനിയർ ഇക്വേഷൻ. എങ്ങനെയാണ് എനിക്കിത് രണ്ടിനത്തിനും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുക? നമുക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? വി വിൽ ആക്ച്വലി ലുക്ക് ഫോർ ദ നമ്പർ ഓഫ് ദി എക്സ്പോണൻ്റ് ഓഫ് ദി വേരിയബിൾ അല്ലേ. നമ്മൾ എന്തിനാണ് നോക്കുക? ദി എക്സ്പോണൻ്റ് ഓഫ് വേരിയബിൾ, ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യുക അല്ലേ. സോ വാട്ട് ഈസ് ദ എക്സ്പോണൻ്റ് ഓഫ് ദ വേരിയബിൾ? ഈ കേസിൽ നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് എക്സ്പോണൻ്റ് ഇസ് 2 for what? For quadratic equation, and the highest exponent is 1. highest exponent 1 ആണ് ആർക്ക്? ഫോർ ലീനിയർ ഇക്വേഷൻ. അപ്പോൾ ലീനിയർ ഇക്വേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഹയസ്റ്റ് എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഇതിൻ്റെ ഹയസ്റ്റ് എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് 2 ആണ്. ക്ലിയർ ആയോ മക്കളെ? അപ്പോൾ അല്ലേ, നമുക്കപ്പോൾ കാര്യം ഏകദേശം ഒരു ക്ലിയർ ആയി എന്ന് വിചാരിക്കുക അല്ലേ. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദി എക്സ്പോണൻ്റ് ഓഫ് 1 ഓഫ് ദ വേരിയബിൾസ് ഇസ് 2, ദെൻ ദ ഇക്വേഷൻ ഇസ് ക്വാഡ്രാറ്റിക്. അപ്പോൾ എപ്പോഴാണ് ഈ സാധനം ലീനിയർ ആവുക? when the highest exponent of the variables happens to be 1. when the highest exponent of variables ഈസ് 1, നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് എ ലീനിയർ ഇക്വേഷൻ അല്ലേ. നമ്മൾ എന്ത് പറയടാ? ഇറ്റ് ഈസ് എ ലീനിയർ ഇക്വേഷൻ. ഇങ്ങനെ വേണം നമ്മൾ അതിനെപ്പറ്റി മെൻഷൻ ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ അല്ലേ? ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് എന്തായി? നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിനെ പറ്റി മെൻഷൻ ചെയ്തു, ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വേറൊരാളെ കൊണ്ടുവന്നു. ആരാ? അത് ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ. കാരണം എന്താ? ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തിനെ പറ്റി അറിഞ്ഞിരിക്കണം? നമുക്ക് ലീനിയർ ഇക്വേഷൻസ് ഇൻ 1 വേരിയബിളിനെ പറ്റി അറിഞ്ഞിരിക്കണം. നമുക്ക് എന്തിനെ പറ്റി അറിഞ്ഞിരിക്കണം? ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിളിനെ പറ്റി അറിഞ്ഞിരിക്കണം. സോ അതിൻ്റെ ഭാഗമായിട്ട് 2 സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മളവിടെ കാണിച്ചു അല്ലേ. എന്താ നമ്മൾ കാണിച്ചത്? 3x - 9. അപ്പോൾ ഇതിലേതാ വേരിയബിൾ? ആരാ ഇതിലെ വേരിയബിൾ എന്ന് പറയുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ. ആ ഒരാളാണ്, ഒരാളേ ഉള്ളൂ. ഇവിടെ നോക്കി ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട്? ഒരാളാണുള്ളത്. സോ വി ഹാവ് ഓൺലി 1 വേരിയബിൾ. ഈ കാണുന്നത് എന്താണ്? ഈ കാണുന്നത് എന്ത് തന്നെയാണ്? ദിസ് ഈസ് ഓൾസോ 1 വേരിയബിൾ. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. സോ ദാറ്റ് ഈസ് ഡൺ. നൗ വിൽ ടോക്ക് അബൌട്ട് ദ കോൺസെപ്റ്റ് ഓഫ് 2 വേരിയബിൾസ്. 2 വേരിയബിളിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. നമ്മളൊരു ഇക്വേഷനും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തു അല്ലേ. സോ നൗ വി വിൽ ഗോ ഹെഡ് ആൻഡ് ഡു മോർ പ്രോബ്ലംസ് അല്ലേ. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്തായിരുന്നു? നമ്മൾ ഉപയോഗിച്ച മെത്തേഡ് എന്താണ്? നമ്മൾ ഉപയോഗിച്ച മെത്തേഡാണ് എലിമിനേഷൻ മെത്തേഡ് അല്ലേ. നമ്മൾ ഉപയോഗിച്ച മെത്തേഡ് എന്താണ്? വി യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് എലിമിനേഷൻ മെത്തേഡ്. ക്ലിയർ ആയോ? നമ്മൾ യൂസ് ചെയ്ത കോൺസെപ്റ്റ് ഏതായിരുന്നു? എലിമിനേഷൻ മെത്തേഡ്. നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്തത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയൊക്കെ ചെയ്യാം. അപ്പോഴേ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു വ്യക്തത വരുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിളിൻ്റെ കുറച്ച്
ട്വിസ്റ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് എഴുതുന്ന ക്വസ്റ്റ്യൻസൊക്കെ അത്ര നേരെ പോ ചോദ്യങ്ങളായിരിക്കില്ല പലതും. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക. വി വിൽ സ്റ്റാർട്ട് ഡൂയിങ് ദ ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താണ് വരുന്നത്? 2x minus 1 divided by 5 is equal to 3x plus 1 divided by 3. 2x minus 1 divided by 5 is equal to 3x plus 1 divided by 3 എന്നാണ് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതല്ലേ. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ നമുക്ക് എത്ര വേരിയബിൾസ് ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ ഏത് ഇക്വേഷൻ കിട്ടിയാലും എന്താ ചെക്ക് ചെയ്യേണ്ടത്? നമ്പർ ഓഫ് വേരിയബിൾസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്യണം? ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് നമ്പർ ഓഫ് വേരിയബിൾസ്. രണ്ടാമത് നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? ടൈപ്പ് ഓഫ് ഇക്വേഷൻ ചെക്ക് ചെയ്യണം അല്ലേ. ടൈപ്പ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ട്. എന്താ അത്? ലീനിയർ ഇക്വേഷൻ, എങ്ങനെ? 1 വേരിയബിൾ. അതല്ലെങ്കിൽ പിന്നെന്താ പോസിബിലിറ്റി? ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ അടുത്ത പോസിബിലിറ്റി? ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഇത്രയും സാധ്യതകളെ നമ്മുടെ മുന്നിലുള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ മുന്നിൽ സാധ്യതകൾ. ഇതല്ലാതെ മറ്റൊരു സാധ്യത ഇല്ല. അപ്പോൾ എന്തൊക്കെ മാത്രം നോക്കിയാൽ മതി? ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ ആണോ നോക്കുക. നോക്കിയേ, ഇതാദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് വേരിയബിൾസ്. ഏതാ നമ്മുടെ വേരിയബിൾ വരുന്നത്? എക്സ്. അപ്പോൾ 2x എടുത്താലും അത് എന്ത് തന്നെയാണ്? ഒരു വേരിയബിൾ തന്നെയാണ്. സോ ഹൗ മെനി വേരിയബിൾസ് ആർ ദെയർ ഇൻ ദിസ് ഇക്വേഷൻ? യു ഹാവ് ഓൺലി ഹൗ മെനി വേരിയബിൾസ് ഡു യു ഹാവ് ഇൻ ദിസ് ഇക്വേഷൻ? യു ഹാവ് ഓൺലി 1 വേരിയബിൾ. നമുക്ക് എത്ര വേരിയബിൾസ് ഉണ്ട്? ഒരെണ്ണമേ ഉള്ളൂ. ക്ലിയർ ആയോ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. എന്താ അത്? ലീനിയർ ആണോ ക്വാഡ്രാറ്റിക് ആണോ നോക്കണം. എന്താ ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോണൻ്റ് വാല്യൂ എന്തായിരിക്കണം? 1 ആയിരിക്കണം. എന്തായിരിക്കണം? ഹയസ്റ്റ് എക്സ്പോണൻറ്റിൻ്റെ വാല്യൂ അല്ലേ. ഹയസ്റ്റ് എക്സ്പോണൻറ്റിൻ്റെ വാല്യൂ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എക്സ്പോണൻ്റ് എത്രയാണ്? 1. ഇവിടെ എത്രയാണ്? 1. അപ്പോൾ എന്ത് ഇക്വേഷനാണ്? ഇറ്റ് ഈസ് എ ലീനിയർ ഇക്വേഷൻ. ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ. ഇനി നമുക്കത് ഡയറക്റ്റ്ലി സോൾവ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഘടകം. മനസ്സിലായോ? നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ടത് അങ്ങനെ നമ്മൾ ചെയ്യാൻ പഠിക്കണം എന്നുള്ളിടത്താണ് കേട്ടോ. അപ്പോൾ ഇനി നോക്കിയാൽ നമുക്കിതൊന്ന് സോൾവ് ചെയ്യാൻ നോക്കാം അല്ലേ. സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി 3 ഇൻറ്റു 2x minus 1 is equal to 5 into 3x plus 1. ക്ലിയർ ആയോ? 3 ഇൻറ്റു 2x minus 1 is equal to 5 ഇൻറ്റു 3x plus 1. ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 6x minus 3 is equal to 15x plus 5 എന്ന് വരും അല്ലേ. 3x minus 6x minus 3 is equal to 15x plus 5. ഓർ ഇത് ഞാൻ ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും എടുക്കുകയാണെങ്കിൽ you will get 15x minus 6x is equal to minus 5 plus 3 അല്ലേ. It is going to be 15x plus 6x minus 6x is equal to minus 5 minus 3. So 15 minus 6 എത്ര വരും? 9x വരും. So 9x is equal to minus 8 or x is equal to minus 8/9. നോക്കിയൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ വിത്ത് എ വെരി സിമ്പിൾ ആൻസർ. ക്ലിയർ അല്ലേ എല്ലാവർക്കും? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പക്ഷേ സിമ്പിളാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുച്ഛിച്ച് തള്ളരുത് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഏറ്റവും വലിയ കുഴപ്പങ്ങളിലൊന്നും പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് അറിയാം, ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ് എന്നൊരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവരുത്. നമ്മളെപ്പോഴും റെസ്പെക്റ്റ് ചെയ്യണം. ആര് റെസ്പെക്റ്റ് ചെയ്യണം? നമ്മുടെ എതിരാളിയെ റെസ്പെക്റ്റ് ചെയ്യണം. ആര് നമ്മുടെ എതിരാളിയായാലും ആ എതിരാളികളെ എല്ലാം നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? റെസ്പെക്റ്റ് ചെയ്യണം. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ആരാണ് നമ്മുടെ എതിരാളി എന്ന് പറയുന്നത്? ആ എതിരാളി നമ്മുടെ മുന്നിലത്തെ ചോദ്യമാണ് അല്ലേ. നമ്മളുടെ മുന്നിലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എതിരാളികളായി വരുന്നത്. ആ എതിരാളികളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് എത്ര ചെറുതാണെങ്കിലും ശരി അതിനെ നമ്മൾ നന്നായിട്ട് ബഹുമാനിക്കുക. എത്ര വലുതായാലും നമ്മൾ എന്ത് ചെയ്യുക? ടഫായാലും നമ്മൾ റെസ്പെക്റ്റോടുകൂടി തന്നെ നമ്മൾ മുന്നോട്ട് നീങ്ങാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്താ പറയുക, ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇതൊക്കെ ഭയങ്കര ഈസിയാണ്, ചില ക്വസ്റ്റ്യൻ അപ്പോൾ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, എളുപ്പമുള്ളതൊക്കെ വിട്ടുകളയാം എന്ന് പറയുമ്പോൾ അവസാനം എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഒരു ഭാഗമായി വന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. മനസ്സിലായോ? അതാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ശരി, നോക്കട്ടെ. ഫൈൻ, ശരി. അപ്പം നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലും കൂടെ നോക്കാം അല്ലേ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ലെറ്റ് us see what is the next question. നമുക്ക് ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ തന്നെ എടുക്കാം, നമുക്ക് വേറെ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് കോംപ്ലിക്കേറ്റ് ചെയ്യാമെന്ന് മാത്രം. നമ്മൾ ക്വസ്റ്റ്യൻ നമുക്ക് ചെറുതായിട്ട് എന്ത് ചെയ്യാം? ഒന്ന് കോംപ്ലിക്കേറ്റ് ചെയ്യാം. ഹിയർ ഐ എം ഗോയിങ് ടു റൈറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 2 വിച്ച് ഇസ് 3y minus 2 divided by 3 plus 2y plus 3 divided by 2 is equal to y plus 7/6. ഇതൊക്കെ നമ്മളെ കുഴപ്പിക്കും അല്ലേ. എന്നാലോചിക്കുക, 3y minus 2/3 is equal to 2y plus 2y plus 3 divided by 2 is equal to y plus 7/6. യെസ്, നമുക്ക് ആ ക്വസ്റ്റ്യൻ എടുക്കാം അല്ലേ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. നോക്കി ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. യു ഹാവ് എ ഫ്രാക്ഷൻ. ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് യു ആർ സപ്പോസ് ടു ലുക്ക് അറ്റ് ദ നമ്പർ ഓഫ് വേരിയബിൾസ്. എത്ര വേരിയബിൾ ഉണ്ട്? 1. സോ യു ഹാവ് ഹൗ മെനി വേരിയബിൾസ്?
യു ഹാവ് ഓൺലി വൺ വേരിയബിൾ. എത്ര വേരിയബിളാണ് ഉള്ളത്? നമുക്കൊരു വേരിയബിളേ ഉള്ളൂ. ഇനി അത് ലീനിയർ ആണോ ക്വാഡ്രാറ്റിക് ആണോ? ഇറ്റ് ഹാപ്പൻസ് ടു ബി എ ലീനിയർ വൺ. അതെന്ത് ഇക്വേഷനാണ്? ലീനിയർ ഇക്വേഷൻ. സോ ബേസിക്കലി ദിസ് ഇസ് എ ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ. ഇനി നമുക്കിതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ലെറ്റ് us try to solve it. സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്തുണ്ട്? ഫ്രാക്ഷൻ ഉണ്ട്. ഫ്രാക്ഷൻ ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എൽ സി എം എടുക്കണം അല്ലേ? 3യും 2വും തമ്മിലുള്ള എൽ സി എം എന്താ നോക്കാം. നമുക്ക് എൽ സി എം കണ്ടുപിടിക്കുന്ന ടെക്നിക്കൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഇങ്ങനെ നമ്മൾ എൽ സി എം കണ്ടുപിടിക്കുക. 3,2 ഇങ്ങനെ എഴുതും അല്ലേ? അപ്പോൾ ആദ്യം 2 എഴുതി, അപ്പോൾ എന്തായി? 3 1 ആയി. അത് കഴിഞ്ഞാൽ 3 എഴുതി, അപ്പോൾ എന്തായി? 1 1 ആയി. ഓക്കെ ഫൈൻ. അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എത്തി. സോ വാട്ട് ഈസ് ഗോയിങ് ടു ബി യുവർ എൽ സി എം? എൽ സി എം ഇസ് ഗോയിങ് ടു ബി 6. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് ഡിനോമിനേറ്ററിലും നമ്മൾ 6 എത്തിക്കണം. സോ ഇവിടെ 6 ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഐ ഷുഡ് മൾട്ടിപ്ലൈ ബൈ എ 2 ഓൺ ടോപ്പ് ആൻഡ് ബോട്ടം. നമുക്കതൊന്ന് ചെയ്യാം അല്ലേ? വിൽ ട്രൈ ടു ഡു ദാറ്റ്. 3y മൈനസ് 2 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഞാൻ ഇൻറ്റു 2 ചെയ്യും, ഇവിടെ ഞാൻ ഇൻറ്റു 2 ചെയ്യും അല്ലേ? നൗ പ്ലസ്, അടുത്തത് പ്ലസ് 2y പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? മുകളിൽ നിന്ന് താഴെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വരും? മുകളിൽ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇവിടെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ക്ലിയർ ആയോ? നൗ വിച്ച് ഇസ് ഈക്വൽ ടു 6y പ്ലസ് 7 ഡിവൈഡഡ് ബൈ 6. 6y പ്ലസ് 7 ഡിവൈഡഡ് ബൈ 6. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി വാട്ട്? നോക്കി നോക്കിയേ. 3y മൈനസ് 2 ഇൻറ്റു 2 എന്താ വരിക? ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 6y മൈനസ് 4 ഡിവൈഡഡ് ബൈ 6 പ്ലസ് അടുത്ത് എന്താ വരുന്നത്? 2y പ്ലസ് 3 എന്നാണ് വരുന്നത്. 2y പ്ലസ് 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 6y പ്ലസ് 9 ഡിവൈഡഡ് ബൈ 6 വിച്ച് ഈസ് ഈക്വൽ ടു 6y പ്ലസ് 7 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എല്ലായിടത്തും നമുക്ക് കോമൺ ആയിട്ട് ആര് വന്നു? 6 6 6 എല്ലായിടത്തും വന്നു. സോ ഞാൻ ക്യാൻസൽഡ് ഓഫ് ഓൾ ദ 6 ടുഗെദർ. നൗ ലെറ്റ് us റൈറ്റ് ദ നെക്സ്റ്റ് കോൺസെപ്റ്റ്. അടുത്ത് നമുക്ക് എഴുതാം. അടുത്ത് എന്താ വരേണ്ടത്? നൗ ദിസ് ഈസ് ഗോയിങ് ടു ബി ഈക്വൽ ടു 6y മൈനസ് 4 പ്ലസ് 6y പ്ലസ് 9 ഇസ് ഈക്വൽ ടു 6y പ്ലസ് 7. ഇങ്ങനെയാണ് നമുക്ക് വരിക. സോ ഐ ക്യാൻ ക്യാൻസൽ ഔട്ട് ഒരു 6y ആൻഡ് അനദർ 6y അല്ലേ? നൗ ഐ വിൽ ടേക്ക് എവറിത്തിങ് ടു വൺ സൈഡ്. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 6y plus 5 is equal to 7, or what will I get? 6y is equal to 2, or y is equal to 1 by 3. y is equal to 1 by 3. Clear ആയോ? ആ ക്വസ്റ്റ്യൻ എങ്ങനെയുണ്ട്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്ത് വരുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു നാക്ക് മനസ്സിലാവുക. സോ നമ്മളിപ്പോൾ എന്താ ചെയ്തത്? വി ഡിസ്കസ്ഡ് ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ. അപ്പോൾ നമ്മളിവിടെ പുതിയൊരു കോൺസെപ്റ്റ് പഠിച്ചു. എന്തിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്? വി സ്റ്റഡീഡ് അബൌട്ട് ദ കോൺസെപ്റ്റ് ഓഫ് എൽ സി എം. ദ കോൺസെപ്റ്റ് ഓഫ് എൽ സി എം. എവിടെയാണ് നമ്മൾ എൽ സി എമ്മിൻ്റെ കോൺസെപ്റ്റ് യൂസ് ചെയ്യേണ്ടത്? Where are we supposed to use the concept of LCM? We are supposed to use the concept of LCM when we are adding fractions. When we are adding fractions ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഇങ്ങനത്തെ കോൺസെപ്റ്റ് ഓഫ് എൽ സി എം യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ മക്കളെ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ ഫൈൻ, ശരി. ഓക്കെ, സോ നമുക്ക് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ എൽ സി എത്തിൻ്റെ കോൺസെപ്റ്റ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ 2-3 ക്വസ്റ്റ്യൻസും കൂടെയൊക്കെ തരാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ 1-2 ക്വസ്റ്റ്യൻസ് തരാം. ഇത് നിങ്ങൾക്ക് ഹോം വർക്കായിട്ട് എടുക്കാം കേട്ടോ. യു ക്യാൻ ടേക്ക് ദീസ് ക്വസ്റ്റ്യൻസ് ഡൗൺ വിച്ച് ഐ എം ഗിവിങ് യു ആസ് എ ഹോം വർക്ക് ക്വസ്റ്റ്യൻ. ഞാൻ നോക്കി ക്വസ്റ്റ്യൻസ് നോക്കിക്കോളൂ കേട്ടോ. യു ക്യാൻ നോട്ട് ഡൗൺ ദ ക്വസ്റ്റ്യൻ. x minus 1 divided by 2 is equal to 1 minus x minus 2 divided by 3. ശ്രദ്ധിക്കുക. ഓക്കെ, ദിസ് ഈസ് വൺ ഓഫ് ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഐ എം ഗിവിങ് യു ആസ് എ ഹോം വർക്ക്. നെക്സ്റ്റ് അഗൈൻ ഞാൻ വീണ്ടും ഒരു ക്വസ്റ്റ്യനും കൂടെ തരാം. ദാറ്റ് ഈസ് y by 3 മൈനസ് 2y മൈനസ് 1 ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു y by 5. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫ്രാക്ഷൻസിൻ്റെ കേസിലാണ് നിങ്ങൾ നല്ലോണം കൊടുക്കുക. എന്താ വരുന്നത്? 3യും 4ഉം 5ഉം വരുന്നുണ്ട് അല്ലേ? 3യും 4ഉം 5ഉം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? എൽ സി എം കണ്ടുപിടിക്കുമ്പോൾ ആരുടെയൊക്കെ എൽ സി എം കണ്ടുപിടിക്കണം? 3ൻ്റെയും 4ൻ്റെയും 5ൻ്റെയും എൽ സി എം നമ്മൾ കണ്ടുപിടിക്കണം. സോ യു ആർ സപ്പോസ് ടു ഫൈൻഡ് ഔട്ട് ദ എൽ സി എം ഓഫ് 3, 4, 5 ഇൻ ഓർഡർ ടു ഗെറ്റ് ദ കോമൺ ഡിനോമിനേറ്റർ. ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു കോമൺ ഡിനോമിനേറ്റർ വേണം. എന്നാലല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ കണ്ട ഒറ്റയടിക്ക് നമ്മൾ വെട്ടി കളഞ്ഞില്ലേ? ഇങ്ങനെ വെട്ടി കളയാൻ പറ്റിയ എന്തുകൊണ്ടാണ്? എനിക്ക് ആ കോമൺ ഡിനോമിനേറ്റർ ഉള്ളതുകൊണ്ടാണ്. ആ കോമൺ ഡിനോമിനേറ്റർ കിട്ടാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? എൽ സി എം കണ്ടുപിടിക്കണം. ചിലപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടാവുക ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനായിരിക്കും. ക്രോസ് മൾട്ടിപ്ലൈ എന്നുള്ളത് സത്യം പറഞ്ഞാൽ എൻട്രൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ അത്ര നല്ല കോൺസെപ്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പഠിക്കരുത്. നമ്മൾ പഠിക്കുമ്പോൾ ഈ രീതിയിൽ തന്നെ പഠിച്ചിട്ട് പോകണം. ക്ലിയർ ആയോ?
ഓൾ റൈറ്റ് ഫൈൻ. ശരി, അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കിനി എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ആരുടെയൊക്കെ വേണ്ടി വരും നോക്കാം. ഇവിടെ സത്യം പറഞ്ഞാൽ ആരുടെ ഡിനോമിനേറ്ററിലുള്ളത്, ഇവിടെ ആരും മെൻഷൻ ചെയ്തില്ലെങ്കിലും വി ക്യാൻ സേ ഹിയർ ആരുണ്ട്, ഇവിടെ ഒരു താഴെ 1 ഉണ്ട് അല്ലേ. ഈ 1ൻ്റെ താഴെ ആരുണ്ട്, അവിടെയും 1 ഉണ്ട്. സോ നമ്മൾ ആരുടെയൊക്കെ LCM ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വി ആർ സപ്പോസ് ടു ഫൈൻഡ് ഔട്ട് ദ LCM ഓഫ് 1, 2 ആൻഡ് 3. ഓക്കെ, വി ആർ സപ്പോസ് ടു ഫൈൻഡ് ഔട്ട് ദ LCM ഓഫ് 1, 2 ആൻഡ് 3. ക്ലിയർ ആയോ? So I hope it is clear. Okay, so that is the idea of question number 3 and question number 4. ഇത് രണ്ടും ഞാൻ എന്തായിട്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, ഹോംവർക്കായിട്ടാണ് തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ മക്കളെ, സംശയമൊന്നുമില്ലല്ലോ? അത്ര കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൽ ഇപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഞാൻ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. അതനുസരിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ വേറെ നിങ്ങൾക്ക് തരികയും ചെയ്യാം. ഓക്കെ, ശരി. സോ നമ്മളിവിടെ ബേസിക് ഫ്രാക്ഷൻസിൻ്റെ കാര്യവും ലീനിയർ ഇക്വേഷൻസ് ഇൻ 1 വേരിയബിളുമാണ് ഡിസ്കസ് ചെയ്തത്. നൗ ഐ വിൽ ഡു മോർ പ്രോബ്ലംസ് ഫ്രം ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. അത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസിൻ്റെ കൂടുതൽ പ്രോബ്ലം ഡിസ്കഷൻസിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, ലീനിയർ ഇക്വേഷനിന് എത്ര വേരിയബിൾസ് ആണ്? 2 വേരിയബിൾസ്. അതിൻ്റെ കൂടുതൽ പ്രോബ്ലംസിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പ്രോബ്ലം എടുക്കാം അല്ലേ. ഐ വിൽ റൈറ്റ് ഡൗൺ ആൻ എക്സാമ്പിൾ പ്രോബ്ലം. ശരി, ഐ വിൽ റൈറ്റ് ഡൗൺ ആൻ എക്സാമ്പിൾ പ്രോബ്ലം. ക്വസ്റ്റ്യൻ നമ്പർ 1. x plus 3y is equal to 9, 2x minus y is equal to 11. യെസ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അത്ര ഈസി ആയിരിക്കില്ല. കുറച്ച് കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻസ് വരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല. ക്വസ്റ്റ്യൻ സിമ്പിളാണ്. കാരണം എന്താ, ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ അല്ലേ. എന്താ നമ്മുടെ മെത്തേഡ്? ഏത് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്? ഐ എം ഗോയിങ് ടു മേക്ക് യൂസ് ഓഫ് എലിമിനേഷൻ മെത്തേഡ്. എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുക? എലിമിനേഷൻ മെത്തേഡ്. അപ്പോൾ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിലും സത്യം പറഞ്ഞാൽ ആരുടെ കോൺസെപ്റ്റ് തന്നെ വേണം? ആലോചിച്ച് നോക്കി, ആര് വേണം? LCM വേണം. ശ്രദ്ധിക്കുക, എന്ത് വേണം? LCM വേണം. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എലിമിനേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 വേരിയബിൾസിൻ്റെ എക്സ്പോണൻ്റ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സെയിം ആകാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഞാനൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ് എന്തായി മാറും? 2x ആയി മാറും. വൈയും കോൺസ്റ്റൻ്റൊക്കെ അതിനനുസരിച്ച് മാറില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ഞാൻ ഈ എക്സിനെ മാറ്റാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഐ എം സപ്പോസ് ടു മൾട്ടിപ്ലൈ ഇറ്റ് ബൈ എ നമ്പർ 2. അപ്പോൾ എനിക്കിവിടെ 2x വരും. അതൊരു വഴി. അതല്ലെങ്കിൽ എനിക്കൊരു വഴിയും കൂടി ഉണ്ട്. അതെന്താ? ഐ ക്യാൻ മൾട്ടിപ്ലൈ ദിസ് ബൈ 3. ഇതിനെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതെന്തിനാണ് ഞാൻ ചെയ്യുന്നത്? അവിടെ 3 ആക്കാൻ. ക്ലിയർ ആയോ? അപ്പോൾ 2 വഴികളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ 2 വഴികളിലൂടെയും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഐ എം ഗോയിങ് ടു ട്രൈ ഇറ്റ് ഇൻ 2 ഡിഫറെൻറ്റ് വേസ്. സോ ദ ഫസ്റ്റ് വേ ഈസ് ഗോയിങ് ടു ബി, I am going to write it as 2x plus 6y is equal to 18. എങ്ങനെ എനിക്കിത് കിട്ടിയത്? I multiplied equation 1 by 2. 2 എന്നുള്ള നമ്പർ കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ഇക്വേഷൻ 1നെ മൾട്ടിപ്ലൈ ചെയ്തത്. ക്ലിയർ ആയോ മക്കളെ ആ കാര്യം? I multiplied equation 1 by 2. ഇനി അടുത്തത്, അപ്പോൾ അടുത്ത ഇക്വേഷൻ ഞാൻ അതുപോലെ തന്നെ വയ്ക്കും. അതെന്തത്? 2x minus y is equal to 11. അതങ്ങനെ തന്നെ വയ്ക്കും. അത് ഞാൻ മാറ്റം വരുത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം? ഷുഡ് ഐ ആഡ് ദ ഇക്വേഷൻസ് ഓർ ഷുഡ് ഐ മൾട്ടിപ്ലൈ ദ ഇക്വേഷൻസ്? എന്ത് ചെയ്യണം? സോറി, ആഡ് ദ ഇക്വേഷൻസ് ഓർ സബ്ട്രാക്ട് ദ ഇക്വേഷൻസ്? എന്താ ഞാൻ ചെയ്യേണ്ടത്? പറഞ്ഞു തെറ്റിപ്പോയി. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ? ആലോചിച്ച് നോക്കിയേ, ഒന്ന് ആലോചിക്കുക. എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുക? ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ? എൻ്റെ ഉദ്ദേശം എന്താ? എക്സ് എന്ന സാധനം കട്ട് ചെയ്ത് പോകണം. മനസ്സിലിങ്ങനെ കണ്ണടച്ച് ആലോചിക്കുക. എക്സ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് എന്ത് ചെയ്യണം? കട്ട് ചെയ്ത് പോകണം. എക്സ് കട്ട് ചെയ്ത് പോകണമെങ്കിൽ ഇവിടെ എന്താ ഉള്ളത്? 2x ഉണ്ട് 2x ഉണ്ട്. അപ്പോൾ രണ്ടും നമ്മൾ ആഡ് ചെയ്ത് എന്താ പറ്റുക? 4x ആയി പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. മനസ്സിലായോ? ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ 2x, ഇവിടെ എന്താ ഉള്ളത്? 2x. രണ്ടും നമ്മൾ ഞാൻ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ? ആഡ് ചെയ്ത് എന്ത് പറ്റും? 2ഉം 2ഉം 4 ആയി പോകും. സോ അതല്ല. അപ്പോൾ ആരാളുള്ളത്? 2 minus 2. എന്ത് വേണം? 2 minus 2. 2 minus 2 എന്ത് വരും? യെസ്, ക്യാൻസൽ ആയി പോകും. സോ വാട്ട് ഈസ് ഗോയിങ് ടു ബി മൈ ഇക്വേഷൻ? 2x plus 6y minus 2x minus y is equal to 18 minus 11. അല്ലേ? എന്താ വരുന്നത്? 18 minus 11. സോ നമ്മൾ ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സോ വാട്ട് ഇസ് ഇറ്റ് ഗോയിങ് ടു ബി? 2x plus 6y minus 2x, മൈനസ് ഓഫ് മൈനസ് എന്താവും? പ്ലസ് y is equal to എന്ത് വരുന്നു? 7. നമുക്കിപ്പോൾ നോക്കാം. ക്യാൻസൽ ചെയ്യുന്നു. ദേ പോകുന്നു. വെട്ടി പോവാണ്. ആരൊക്കെ? 2xും 2xും എന്തായിപ്പോയി? വെട്ടിപ്പോയി. അപ്പോൾ ആര് ബാക്കി വന്നു? 6y പ്ലസ് y എത്ര വന്നു? 7y. സോ 7y is equal to 7. സോ വാട്ട് ഈസ് യുവർ വാല്യൂ ഓഫ് y? y is equal to 1. അത്ര കുഴപ്പമില്ലല്ലോ. വലിയ തെറ്റില്ലാത്തൊരു ഉത്തരമാണല്ലോ കിട്ടിയത് അല്ലേ? വൈൻ്റെ വാല്യൂ 1 ആണെങ്കിൽ അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ? നമ്മൾ എന്ത് ചെയ്യണം?
വൈൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എനിക്ക് എവിടെ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഹൗ മെനി ഇക്വേഷൻസ്? എത്ര ഇക്വേഷൻസ് ഉണ്ട് എൻ്റെ മുന്നിൽ? ശ്രദ്ധിക്കുക. ഐ ഹാവ് ദിസ് ഇക്വേഷൻ 1, ഐ ഹാവ് ദിസ് ഇക്വേഷൻ 2 ആൻഡ് ഐ ഹാവ് ദിസ് ആസ് ഇക്വേഷൻ 3. 3 ഇക്വേഷൻസാണ് എൻ്റെ മുന്നിലുള്ളത്. ഇവിടെ എഴുതി തന്നെയാണ് ഇവിടെ എഴുതിയത്. മനസ്സിലായോ? അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ രണ്ടെണ്ണമാണോ? ആർ ദേ 2 ഡിഫറെൻറ്റ് ഇക്വേഷൻസ്? നോ. കാരണം എന്താ? ഇവിടെ എഴുതി തന്നെയല്ലേ ഇവിടെയും കിടക്കണേ. ഒരു രണ്ട് ഇക്വേഷൻ അല്ല, രണ്ടും എന്ത് തന്നെയാണ്? ഒരു ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യും? ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. മനസ്സിലായോടാ മക്കളെ? ക്ലിയർ അല്ലേ? ഓൾ റൈറ്റ്, ഫൈൻ. ആലോചിച്ച് നോക്കി. ഓക്കെ, യെസ്, ക്ലിയർ ആണ്. വെരി ഗുഡ്. സോ നമുക്ക് എന്തായി? 7y = 7, അതിൽ y = 1 കിട്ടി. ഇനി ഞാൻ എവിടെ കൊണ്ടുവന്ന് എനിക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം. എനിക്കിപ്പോൾ തൽക്കാലം ആദ്യത്തെ കൊടുക്കാനാണ് തോന്നണേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ആദ്യത്തിൽ കൊടുക്കും. ആർക്കും വിരോധമൊന്നുമില്ലല്ലോ. ഇപ്പം എന്തായി? x + 3 × 1 = 9, or x + 3 = 9, or x = 6. x = 6. So my final answer, എന്താ എൻ്റെ ഫൈനൽ ആൻസർ വരാൻ പോകുന്നത്? My final answer is x = 6 and y = 1. This is going to be my final answer. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഒന്ന് നോക്കട്ടെ, കമൻറ്റ് ചെയ്തേ. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ. ഇപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടല്ലേ? സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നൗ ലെറ്റ് us do the second question. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. നമുക്കിങ്ങനെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചെയ്യാം അല്ലേ? കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേ നിങ്ങൾക്കാണെങ്കിലും അതിനെപ്പറ്റി ഒരു ധാരണ വരുള്ളൂ അല്ലേ? ആ ധാരണ വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു നീഡ് ടു ഹാവ് ദാറ്റ് ഐഡിയ. നമുക്ക് കളറൊന്ന് മാറ്റി പിടിക്കാം അല്ലേ? കുറേ നേരമല്ലേ നമ്മൾ ബ്ലാക്ക് സ്ക്രീൻ കാണുന്നു. നൗ ലെറ്റ് us see some white screen from now onwards. കുറച്ച് നേരമായിട്ട് ഇതേ സാധനം തന്നെ വീണ്ടും വീണ്ടും കാണുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി വൈറ്റ് എടുക്കാം. ഓക്കെ, അപ്പം ഇനി എൻ്റെ കളറുകളൊക്കെ ഒന്ന് മാറ്റി പിടിക്കണ്ടേ അല്ലേ? ഞാൻ എഴുതാൻ ഉപയോഗിക്കുന്ന കളറുകളൊക്കെ ഒന്ന് മാറ്റണ്ടേ? ഓക്കെ, ശരി. ഇനി അപ്പോൾ നമുക്കിനി അടുത്ത ഇക്വേഷനിലേക്ക് പോകാം. വി ആർ ഗോയിങ് ഇൻ ടു ക്വസ്റ്റ്യൻ നമ്പർ 2. വി ആർ ഗോയിങ് ഇൻ ടു ക്വസ്റ്റ്യൻ നമ്പർ 2. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ്? 2x + 3y = 4 and 5x + 9y = 1. ഇങ്ങനെയാണ് എൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്കിത് തമ്മിൽ എന്ത് ചെയ്യണം? വി ആർ സപ്പോസ് ടു ഫൈൻഡ് ദ ഇക്വേഷൻ, ഓർ വി ആർ സപ്പോസ് ടു സോൾവ് ദ ഇക്വേഷൻ. ഇതിനെ പല രീതിയിൽ വിളിക്കും. അതിലൊരു ശൈലിയാണ് എന്ത്? സോൾവ് ദ ഇക്വേഷൻ. സോ ലെറ്റ് us try to. നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്? വി ആർ ട്രൈങ് ടു സോൾവ് ദ ഇക്വേഷൻ. നമുക്കൊന്ന് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നത്? ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ശരി, ഒന്ന് ചെയ്ത് നോക്കാമല്ലോ. ആ ഇക്വേഷൻ ഞാനൊന്ന് അനലൈസ് ചെയ്യാണ്. ഇക്വേഷൻ അനലൈസ് ചെയ്യുന്ന സമയത്ത് 2x 3y 5x 9y. അപ്പോൾ എനിക്ക് എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്? ഞാനൊന്ന് ആലോചിച്ച് നോക്കി. എന്ത് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യേണ്ടത്? ഐ എം സപ്പോസ് ടു യൂസ് ദ എലിമിനേഷൻ മെത്തേഡ്. ശരി, അപ്പോൾ എലിമിനേഷൻ മെത്തേഡിന് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ 2x-ഉം 5x-ഉം എന്താവണം? സെയിം ആവണം. 2x-ഉം 5x-ഉം സെയിം ആവാൻ ഞാൻ എന്ത് ചെയ്യണം? ഐ എം സപ്പോസ് ടു കൺഫ്യൂസ്. മറ്റേതൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. കാരണം എന്താ? ഇവിടെ x ആയിരുന്നല്ലോ. x ആകുമ്പോൾ ഞാൻ അതിനെന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ y ആയിരുന്നു, അപ്പോൾ y ഇപ്പുറത്ത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് എളുപ്പമായിരുന്നു. പക്ഷേ ഇവിടെ വർക്കൗട്ട് ആവണില്ല. കാരണം എന്താ? ഇവിടെ എല്ലാം വേറെ നമ്പറാണ്. ഒരു ക്ലൂ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ വീണ്ടും മറ്റൊരു കോൺസെപ്റ്റിലേക്ക് വരുന്നത്. വി ആർ മൂവിങ് ഓൺ ടു ദ കോൺസെപ്റ്റ് ഓഫ് LCM അഗൈൻ. നമ്മൾ എന്തിൻ്റെ കോൺസെപ്റ്റ് യൂസ് ചെയ്യാൻ പോവാണ്? വി ആർ ഗോയിങ് ടു യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് LCM. LCMൻ്റെ കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമുക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കി. 2ഉം 5ഉം എന്താ വരുന്നത്? 2ഉം 5ഉം നമുക്ക് എഴുതാം. വി ആർ ഗോയിങ് ടു ടേക്ക് 2 5. എന്ത് വരണം? 2 കളയാനായിട്ട് 2 2. സോ 1, 5. 5 കളയാനായിട്ട് 5 2. 1, 1. സോ വാട്ട് ഈസ് ഗോയിങ് ടു ബി മൈ LCM? LCM ഈസ് ഗോയിങ് ടു ബി ഈക്വൽ ടു 10. എത്ര? 10. LCM ഈസ് ഈക്വൽ ടു 10. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഇവിടെയും 10 ആക്കണം, ഇവിടെയും 10 ആക്കണം. അതിൻ്റെ അർത്ഥം മനസ്സിലായോ എല്ലാവർക്കും? ഇവിടെയും 10 ആക്കണം, ഇവിടെയും 10 ആക്കണം. ഇപ്പോൾ ഇവിടെ 10 ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഐ എം സപ്പോസ് ടു മൾട്ടിപ്ലൈ വിത്ത് 5. ഇവിടെ 10 ആക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഐ എം സപ്പോസ് ടു മൾട്ടിപ്ലൈ വിത്ത് 2. ക്ലിയർ ആയോ മക്കളെ? ഇത് സംശയമൊന്നുമില്ലല്ലോ?
ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സോ ഐ എം ഗോയിങ് ടു മൾട്ടിപ്ലൈ അല്ലേ, ഞാൻ എന്ത് ചെയ്യാൻ പോകണം? ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം. സോ 2x plus 3y is equal to 4 എന്ന ഇക്വേഷൻ ഐ എം ഗോയിങ് ടു മൾട്ടിപ്ലൈ വിത്ത് 5. ദെൻ 5x plus 9y is equal to 1 എന്ന ഇക്വേഷൻ ഐ എം ഗോയിങ് ടു മൾട്ടിപ്ലൈ വിത്ത് 2. സോറി, റിയലല്ലോ, 2 വെച്ച് മൾട്ടിപ്ലൈ. സോ വാട്ട് ഈസ് ഗോയിങ് ടു ബി മൈ ന്യൂ ഇക്വേഷൻ? പുതിയ ഇക്വേഷൻ എന്താ വരാൻ പോകുന്നത്? ദിസ് ഈസ് ഗോയിങ് ടു ബി 5 into 2 is 10. സോ 10x, 5 into 3 is 15. So 15y, 5 into 4 is 20 is equal to 20. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 10 അല്ലേ. എന്താ 10 എവിടെ നടക്കുന്നത്? 5x into 2 അല്ലേ. 5x into 2 is equal to 10. 9y into 2 is equal to 18. So plus 18y is equal to 2. കിട്ടി. ഓക്കെ, ഫൈൻ. ലെറ്റ് us see. അപ്പം ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഐ എം സപ്പോസ് ടു ഡു ദ സബ്ട്രാക്ഷൻ. ഞാൻ എന്ത് ചെയ്യണം? സബ്ട്രാക്ഷൻ ചെയ്യണം. എങ്ങനെ എനിക്ക് മനസ്സിലായി സബ്ട്രാക്ഷൻ ചെയ്യണമെന്ന്? 10x-ഉം 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 ആഡ് ചെയ്ത് 20x കിട്ടും. പറ്റില്ല. അപ്പോൾ എലിമിനേറ്റ് ആവില്ല. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് എലിമിനേഷൻ മെത്തഡാണ് വേണ്ടത്. അപ്പോൾ എലിമിനേറ്റ് ആവാതിരിക്കും അല്ലേ. എലിമിനേറ്റ് ആവാതിരുന്നാൽ നമുക്ക് ശരിയാവുമോ? ഇല്ല. ബിക്കോസ് വി ആർ പ്ലാനിങ് ടു ഡു വാട്ട് മെത്തേഡ്? വി ആർ പ്ലാനിങ് ടു ഡു elimination method. We are planning to do an elimination method. So let us see. അപ്പോൾ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 10x plus 15y, 10x plus 15y minus 10x plus 18y is equal to 20 minus 2. അപ്പോൾ എന്ത് വരും ആൻസർ? സോ ദിസ് ഇസ് ഗോയിങ് ടു ബി 10 minus 10. എന്തായി പോകും? 10 minus 10 എന്ന് പറയുന്നത് 10-ഉം 10-ഉം ക്യാൻസൽ ആവും. സോ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി 0. നൗ അഗൈൻ വാട്ട് ഇസ് ഗോയിങ് ടു റിമെയിൻ? എന്താ ബാക്കി ഉണ്ടാവുക? 15y minus 18y is equal to 18. So this is going to be minus 3y is equal to 18. Or ഞാനിവിടെ എഴുതി കഴിഞ്ഞാൽ ശരിയാവോ? നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇത്രയും കൂടെ നീക്കി എഴുതാം അല്ലേ. ഓർ y is equal to minus 6. എത്ര കിട്ടും? y is equal to minus 6 എന്ന ഉത്തരത്തിലേക്ക് നമ്മളെത്തി അല്ലേ. നമ്മൾ എന്ത് ഉത്തരത്തിലേക്ക് എത്തിയത്? y is equal to minus 6 എന്ന് പറഞ്ഞ ആൻസറിലേക്ക് എത്തി. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു y is equal to minus 6. ഓക്കെ, ഫൈൻ. ശരി. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? y is equal to minus 6 എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിൽ നിന്ന് വാട്ട് വിൽ വി മൂവ് ടു? നമ്മൾ എന്തിലേക്ക് പോവും? നമ്മൾ എങ്ങോട്ട് പോവും? നമ്മളെന്താ ചെയ്യേണ്ടത്? വൈക്ക് -6 ഇട്ട് കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യണം? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എക്സ്. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഐ ആം സപ്പോസ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇൻ ഇക്വേഷൻസ്. ഏത് ഇക്വേഷനിലാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഹിയർ, ഓർ ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഹിയർ, ഓർ ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഹിയർ, ഓർ ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഹിയർ. ഈ 4 ഇക്വേഷൻസിൽ എവിടെ വേണമെങ്കിൽ കൊടുക്കാം. അതിൽ ഏത് കൊടുക്കുന്നതായിരിക്കും സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ എക്സ്പീരിയൻസ് ആണ്. അത് നമ്മളുടെ എക്സ്പീരിയൻസ് ആണ്. നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും? നമ്മൾ കറക്റ്റായിട്ട് പഠിക്കും. ഇല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും? നമ്മൾ എവിടെയെങ്കിലും കൊടുത്തിട്ട് ചിലപ്പോൾ ലെങ്തി ആക്കും. അതുകൊണ്ടാണ് മാത്സിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, മാത്സിൻ്റെ പ്രോബ്ലംസ് നന്നായി ചെയ്ത് പഠിച്ചാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമുക്കത് കൃത്യമായി ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൃത്യമായി ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റില്ല, നമ്മൾ കുടുങ്ങിപ്പോവും. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഞാനിവിടെ നോക്കുകയാണ്, ഇവിടെ -6 അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? തൽക്കാലം ഇവിടെ കൊടുക്കാം. ഇവിടെയാണെങ്കിൽ എനിക്ക് ഏറ്റവും കാൽക്കുലേഷൻസ് കുറവാണ് അല്ലേ. സോ ഐ എം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 2x plus 3y is equal to 4. So let us see. 2x plus 3 into y-ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? -6 is equal to 4 എന്ന് പറയുമ്പോൾ 2x minus 18 is equal to 4, or 2x is equal to 22, x is equal to 11. So my answer is x is equal to 11 and y is equal to എത്രയാണ്? -6. So this is going to be my final answer. This is going to be my final answer. Clear ആയോ പിള്ളേരെ? ക്ലിയർ ആയോ പിള്ളേരെ? വെരി ഗുഡ്. യെസ്, ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ കൂടെ സോൾവ് ചെയ്തു. സോ വി ഡിസ്കസ്ഡ് 2 വേരിയബിൾസിൻ്റെ ഇക്വേഷൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും പറയാൻ ഉദ്ദേശിച്ചിട്ട് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അതെന്തായിരുന്നു അറിയാം നിങ്ങൾക്ക്? ഞാനിവിടെ സബ്ട്രാക്ട് ചെയ്യുന്ന കേസ് മാത്രമേ പറഞ്ഞുള്ളൂ. ആഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞില്ല. അതെന്താ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്താ ഞാൻ ചെയ്യേണ്ടത്? ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ഷുഡ് ഹാവ് മൾട്ടിപ്ലൈഡ് ഹിയർ വിത്ത് 3. അത് ഞാനിതിൻ്റെ മറ്റൊരു വഴിയാണ് ഞാനിവിടെ എഴുതുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നത്തെ ക്വസ്റ്റ്യൻ്റെ ഒരു ഭാഗമാണ്. ഞാനതവിടെ ജസ്റ്റ് എഴുതി വയ്ക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ സ്വയം ട്രൈ ചെയ്യണം. 2x minus y is equal to 11 എന്ന ഇക്വേഷനെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതൊരു ക്ലൂ ആയിട്ട് കണക്കാക്കുക. കൺസിഡർ ദിസ് ആസ് എ ക്ലൂ. കൺസിഡർ ദിസ് ആസ് എ ക്ലൂ.
ദിസ് ഈസ് എ ക്ലൂ. എന്തിനുള്ള ക്ലൂ ആണത്? ഫോർ അഡീഷൻ, എലിമിനേഷൻ ബൈ അഡീഷൻ. ഇതെന്താണ്? എലിമിനേഷൻ ബൈ അഡീഷൻ. കാണാൻ പറ്റുന്നുണ്ടാവില്ല. എന്താണത്? എലിമിനേഷൻ ബൈ അഡീഷൻ. എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ ആലോചിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും എന്ത് ചെയ്യണം? ഈ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഐ വിൽ ഗെറ്റ് എ ന്യൂ ഇക്വേഷൻ വേർ ഐ ക്യാൻ ആഡ് ടു ദിസ് വൺ ആൻഡ് ഐ വിൽ എൻഡ് അപ്പ് ഗെറ്റിംഗ് ദ സെയിം വാല്യൂസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇല്ല, കാണാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? ഫൈൻ, ഓക്കെ, ശരി. എലിമിനേഷൻ ബൈ അഡീഷൻ എന്നാണ് ഞാനിവിടെ പറഞ്ഞത് കേട്ടോ. ചെയ്ത് നോക്കുക കേട്ടോ. എലിമിനേഷൻ ബൈ അഡീഷൻ. ഓക്കെ, ഫൈൻ, ശരി. നൗ വിൽ മൂവ് ഓൺ ടു ദ ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾസ് നോക്കി. നൗ വിൽ മൂവ് ഓൺ ടു ദ കോൺസെപ്റ്റ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് അല്ലേ? നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ കോൺസെപ്റ്റിലേക്ക് നമ്മളൊന്ന് മൂവ് ചെയ്യാണ്. വി ആർ മൂവിങ് ഓൺ ടു ദ കോൺസെപ്റ്റ് ഓഫ് quadratic equations. Now here comes a very important thing. അതെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കോൺസെപ്റ്റാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. കോൺസെപ്റ്റിൻ്റെ പേരെന്താ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അതിമനോഹരമായ കോൺസെപ്റ്റാണ്. മാത്സിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ, ഏറ്റവും രസകരമായ കോൺസെപ്റ്റുകളിലൊന്നാണ്. ഫിസിക്സിൽ ഇത്രയും അപ്ലിക്കേഷനുള്ള മറ്റ് കോൺസെപ്റ്റുകൾ വളരെ കുറവാണ്. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മൾ ഫിസിക്സിലൊരു 10 പ്രോബ്ലം എടുത്താൽ അതിലൊരു 4 പ്രോബ്ലത്തിലും ആര് കൂടെ ഉണ്ടാവും? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ബേസിക് ഫോം ഞാൻ എഴുതുകയാണ്, വിച്ച് ഇസ് y ഈസ് ഈക്വൽ ടു ax² + bx + c. എന്നാൽ ഇതിൽ നമ്മൾ എന്ത് പറയും? y എന്നത് എൻ്റെ ഒരു വേരിയബിളാണ്, x എന്നുള്ളത് എൻ്റെ മറ്റൊരു വേരിയബിളാണ്. അതേപോലെ a, b, c എന്നുള്ളത് എന്താണ്? ദേ ആർ കോൺസ്റ്റൻസ്. അവരെല്ലാവരും എന്ത് തന്നെയാണ്? ദേ ആർ ഓൾ കോൺസ്റ്റൻസ്. അതിൽ തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? എക്സും വൈയും എന്താണ്? വേരിയബിളാണ്. അതിലൊരു വേരിയബിളിന് മാത്രം എക്സ്പോണൻറ്റിൻ്റെ വാല്യൂ എന്താണ്? എക്സ്പോണൻറ്റ് ഇസ് ഈക്വൽ ടു 2, ഇതിൻ്റെ എക്സ്പോണൻറ്റ് ഇസ് ഈക്വൽ ടു 1. സോ വി വിൽ കോൾ ദിസ് ആസ് വാട്ട് ഇക്വേഷൻ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഹൈയസ്റ്റ് എക്സ്പോണൻറ്റ് ഓഫ് one of the variables happens to be 2. Highest exponent of one of the variables happens to be 2. Clear അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് ഇതങ്ങോട്ട് പഠിക്കുകയുള്ളൂ. നമ്മൾ കൂടുതലൊന്നും നോക്കില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിക്കും എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ളത്. നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ, നമ്മളെന്താ ചെയ്യുക? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. സോ വിൽ സി എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ രൂപം നോക്കുമ്പോൾ ABC കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഐ എം റൈറ്റിംഗ് സേ y ഈസ് ഈക്വൽ ടു x² - 4x + 4 എന്ന് എഴുതുമ്പോൾ ഇതിൽ ABCയുടെ വാല്യൂസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞേ? ABCയുടെ വാല്യൂസ് ഹാപ്പൻസ് ടു ബി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ എന്ത് വരും? ഇറ്റ് ഹാപ്പൻസ് ടു ബി 1 - 4 and 4. ഇനി അടുത്ത് നോക്കാം. ഞാൻ വേറൊരു ഇക്വേഷൻ എഴുതാം. y ഈസ് ഈക്വൽ ടു 2x² - 3x + 11 എന്ന് എഴുതി. അപ്പോൾ ABC എന്ത് വരും? Your ABC happens to be എന്തൊക്കെ വരും? 2 - 3 and 11. എന്ത് വരുന്നു? 2 - 3 and 11. ഇനി അടുത്തൊരു ഇക്വേഷൻ എഴുതട്ടെ ഞാൻ. y ഈസ് ഈക്വൽ ടു -x² + 11x + 25 എന്ന് എഴുതി. അപ്പോൾ ABCയുടെ വാല്യൂസ് എന്ത് വരും? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി -111 and 25. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി -111 and 25. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ABC മനസ്സിലാക്കാൻ പഠിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത് നമ്മൾ എന്ത് പഠിക്കണം? ആലോചിച്ച് നോക്കി. നെക്സ്റ്റ് ഇസ് ടു സോൾവ് ഇറ്റ്. ഇതെങ്ങനെ സോൾവ് ചെയ്യാം? എങ്ങനെ സോൾവ് ചെയ്യാം നമുക്ക്? വി വിൽ സോൾവ് യൂസിങ് ദ മെത്തേഡ് ഓഫ് എന്തായിരുന്നു എൻ്റെ പേര്? സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. മെത്തേഡ് ഓഫ് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. ഒരു നിമിഷത്തേക്ക് ഞാനും മറന്നുപോയി എന്താ എൻ്റെ പേരെന്ന്. എന്താ നമ്മളതിനെ വിളിക്കാം? സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. നമുക്ക് നോക്കാം എന്താണ് മിഡിൽ ടേം. ഓക്കെ, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എന്ന് പറയുന്ന ആശയം വരുന്നതെന്നും അതിലൂടെ നമ്മൾ എങ്ങനെ ആൻസറിലേക്ക് എത്തുന്നു. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യാം? ഐ എം ഗോയിങ് ടു റൈറ്റ് ആൻ ഇക്വേഷൻ വിച്ച് ഈസ്
y is equal to x square minus 4x plus 3 എന്ന ഇക്വേഷൻ എഴുതി. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എങ്ങനെ ഞാൻ തിരിച്ചറിഞ്ഞു? ബിക്കോസ് ഐ ഹാവ് എ എക്സ് സ്ക്വയർ. ഇനി ഇതിലെ മിഡിൽ ടേം ഏതാണ്? ഇതിലെ മിഡിൽ ടേം എന്ന് പറയുന്നത് ഇതാണല്ലോ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ, -4x. ഇവനാണ് നമ്മളുടെ മിഡിൽ ടേം. ദിസ് ഹാപ്പൻസ് ടു ബി ദ മിഡിൽ ടേം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഐ ആം സപ്പോസ് ടു സ്പ്ലിറ്റ് ദ മിഡിൽ ടേം. നമ്മളെന്താ നമ്മളെ മെത്തേഡിൻ്റെ പേര് തന്നെ പറഞ്ഞത്? സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം അല്ലേ? ഇപ്പോൾ ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ എഴുതിയപ്പോൾ നമ്മൾ ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ ചെയ്തപ്പോൾ നമ്മൾ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്തത്? എലിമിനേഷൻ. എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലാതെയാക്കുക, കളയുക എന്നാണ് എലിമിനേഷൻ്റെ അർത്ഥം അല്ലേ? എലിമിനേഷൻ റൗണ്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ബിഗ് ബോസിൽ എലിമിനേഷൻ റൗണ്ട് ഉണ്ടാവില്ലേ എല്ലാ ശനിയാഴ്ചയും? എന്താണ് ബിഗ് ബോസിൽ എലിമിനേഷൻ റൗണ്ടിൽ സംഭവിക്കുന്നത്? ഓരോരുത്തരെയായിട്ട് പിടിച്ച് പുറത്താക്കും അല്ലേ? അങ്ങനെ ഓരോ ആഴ്ചയും ഓരോരുത്തരെയും പിടിച്ച് പുറത്താക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇവിടെ ഒരു വേരിയബിളിനെ പിടിച്ചങ്ങ് പുറത്താക്കി. ഇവിടെ നമ്മൾ ഏത് വേരിയബിളിനെ പുറത്താക്കി? എക്സിനെ പിടിച്ച് പുറത്താക്കി അല്ലേ? അതാണ് എലിമിനേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എലിമിനേഷന് പകരം സ്പ്ലിറ്റ് ചെയ്യും. എന്താണ് സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലുള്ളത് വീതം വയ്ക്കുക അല്ലേ? ഇപ്പം നമ്മൾ ഇപ്പോൾ വീട്ടിലൊരു ചേട്ടനും അനിയനും അനിയത്തിയും ഉണ്ടെന്ന് വിചാരിക്കുക, 2 ബ്രദേഴ്സ് അല്ലെങ്കിൽ 2 സിബ്ലിങ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അച്ഛൻ വന്നിട്ട് അച്ഛന് അനിയത്തിയോടുള്ള അഗാധമായ സ്നേഹം കൊണ്ട് അച്ഛൻ എന്ത് ചെയ്തു? ഒരു മഞ്ചും കൊണ്ടുവന്ന് അനിയത്തിക്ക് കൊണ്ടേ കൊടുത്തു. ചേട്ടൻ വെറുതെ ഇരിക്കുമോ? ചേട്ടൻ വെറുതെ ഇരിക്കില്ല. ചേട്ടൻ എന്ത് പറയും? എനിക്ക് വീതം വേണമെന്ന് പറയും അല്ലേ? എവിടെ എൻ്റെ മഞ്ച് എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ അച്ഛൻ മഞ്ച് കൊണ്ടുവന്നിട്ടില്ല, ഒറ്റ മഞ്ചേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീതം ചോദിക്കും. നമ്മളെ വീതം നമുക്ക് കിട്ടണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അനിയത്തിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യിക്കും? നമ്മൾ ആ മഞ്ച് സ്പ്ലിറ്റ് ചെയ്യിക്കും. എത്രണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കും? 2 എണ്ണമായിട്ട് അല്ലേ? അങ്ങനെ അമ്മയും കൂടെ ഇടയിൽ കയറി വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ സ്വാഭാവികമായിട്ട് നമുക്ക് അമ്മേനൊക്കെ നമുക്ക് സൈഡാക്കാമെന്ന് വിചാരിക്കാം. പക്ഷേ നമ്മൾ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യണം? ഈ സാധനം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും, 2 ആക്കും അല്ലേ? അപ്പോൾ 2 ആക്കുമ്പോൾ ഉള്ള സാധനത്തിനല്ലേ ഞാൻ 2 ആക്കുള്ളൂ? ഒരു മഞ്ചിനെ തന്നെയല്ലേ നമ്മൾ 2 ആക്കുക? എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഉള്ള മിഡിൽ ടേമിനെ ഞാൻ എന്ത് ചെയ്യും? 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിനൊരു കണ്ടീഷൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മുടെ മഞ്ച് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്താ? 2 പേർക്കും ഒരുപോലെ കിട്ടണം അല്ലേ? 2 പേർക്കും ഒരുപോലെ കിട്ടണം അല്ലേ? ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? സ്കെയിൽ വരെ വെച്ച് അളന്ന് നോക്കിയെന്ന് വരും. ആ ലെവലിൽ വരെ എത്താൻ നമുക്ക് ആർക്കും ഒരു മടിയില്ലായിരുന്നു അല്ലേ? അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് മടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മടിയൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ബേസിക്കലി എന്ത് പറയാം? അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ? 2 ആക്കും ഒരുപോലെ കിട്ടണം. അതാണ് മഞ്ച് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഉള്ള നമ്മളുടെ കണ്ടീഷൻ. എന്നാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല, അതിന് വേറെ കണ്ടീഷനാണ്. മനസ്സിലായോ? അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്? അത് മറ്റൊരു കണ്ടീഷനാണ്. എന്താണ് നമ്മളുടെ കണ്ടീഷൻ? 3 × 1 ആൻഡ് -4. ഒരു പാറ്റേൺ നമുക്ക് കാണാം. ദ പാറ്റേൺ ഇസ് the middle term has to be splitted in such a way that the product of the splits must be equal to എന്താണ് വേണ്ടത്? A × C must be equal to A × C. ഇപ്പോൾ നമ്മൾ ആരെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഐ ആം സ്പ്ലിറ്റിംഗ് B. അപ്പോൾ നമ്മൾ ചോദിക്കും എയും ബിയും എയും സിയും ഇതൊക്കെ എവിടെ നിന്ന് വന്നത്? എവിടെ നിന്ന് ഇപ്പോൾ വന്നത്? ഓർമ്മയുണ്ടോ? മുമ്പ് പഠിച്ചിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും? യെസ്, മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്താ മുമ്പ് പഠിച്ചേ? യെസ്, y is equal to ax square plus bx plus c എന്ന് നമ്മൾ പഠിച്ചില്ലേ? അവിടെ എ ബി സി പഠിച്ചില്ലേ? ആ എ ബി സി തന്നെയാണ് ഇവനും അല്ലേ? അപ്പോൾ A × C അതിനോട് ഈക്വൽ ആയിരിക്കണം ആര്? എന്തായിരിക്കണം? ബീൻ്റെ സ്പ്ലിറ്റ്. അതായത് ബി എന്ന ടേമിനെ ഞാൻ 2 ആയി സ്പ്ലിറ്റ് ചെയ്യുകയാണ് അല്ലേ? ബി എന്ന ടേമിനെ ഞാൻ 2 ആയി സ്പ്ലിറ്റ് ചെയ്യുകയാണ്. സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രോഡക്റ്റ് ഈ 2 സാധനങ്ങളും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടണം? ഐ ഷുഡ് ഗെറ്റ് എ സി. അപ്പോൾ നോക്കുമ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എൻ്റെ വാല്യൂ എന്താ? എൻ്റെ വാല്യൂ 1, സിൻ്റെ വാല്യൂ എന്താ? 3. സോ ദ സ്പ്ലിറ്റ് ഷുഡ് ഗിവ് മീ 3. പക്ഷേ ഇതോടൊപ്പം നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ് ആ കാര്യം? ഉള്ള സാധനമല്ലേ എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അച്ഛൻ കൊണ്ടുവന്ന് ഒരു മഞ്ചല്ലേ നമ്മുടെ കയ്യിലുള്ളൂ. വേറെ പുതിയ മഞ്ചൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. വേറെ പുതിയ മുട്ടായൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. ഉള്ളതിനല്ലേ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബി എന്ന് പറഞ്ഞാൽ എന്താ? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ ഉള്ളത്? ബി എന്ന് പറഞ്ഞാൽ -4 ആണ്. -4നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഐ വിൽ സ്പ്ലിറ്റ് ഇറ്റ് ഇൻറ്റു -1 ആൻഡ് -3. ഒന്ന് ആലോചിച്ച് നോക്കിയേ. -1ഉം -3ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? -1ഉം -3ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് 3 കിട്ടും. സോ ദാറ്റ് ഈസ് ഹൗ യു വിൽ സ്പ്ലിറ്റ് ഇറ്റ്. മനസ്സിലായോ? ഇനി നമുക്ക് സ്പ്ലിറ്റ് ചെയ്തൊന്ന് എഴുതി നോക്കാം. ഇതിൻ്റെ ഒരു ഉത്തരം കാണണ്ടേ അല്ലേ?
ഇത്തരം കാണുമ്പോൾ ഒരു രസം തോന്നണ്ടേ? അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ ഇവിടെ എഴുതാം. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി, വി വിൽ ഗെറ്റ് എക്സ് സ്ക്വയർ മൈനസ്, നമുക്ക് എന്ത് വരും, 4x എന്നാണുള്ളത് അല്ലേ. 4xനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു ഇൻറ്റു എക്സ് ആൻഡ് -3x. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ -4നെ എന്താക്കി, -1ഉം -3 ആക്കി. അപ്പോൾ -4x എന്താവും, -xഉം -3x ആവും. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി എക്സ് സ്ക്വയർ -x -3x എന്താ വരിക, +3 എന്ന് വരും. നൗ ഐ വിൽ അഗൈൻ ടേക്ക് സംതിങ് കോമൺ. സോ x ഇൻറ്റു x -1 -3 ഇൻറ്റു x -1. ഇനി അത് എടുത്തതിൽ എങ്ങനെയാണ് ഞാൻ എടുത്തത്, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഞാനിത് രണ്ടുപേരെ ഇങ്ങനെ എഴുതി. സോ എക്സ്, ഈ രണ്ട് സ്ഥാനത്ത് നിന്ന് എക്സ് കോമൺ എടുക്കുമ്പോൾ എക്സ് സ്ക്വയറിന് എക്സ് എടുത്താൽ എന്ത് ബാക്കി ഉണ്ടാവും, എക്സ് ഉണ്ടാവും. -xൽ നിന്ന് എക്സ് കോമൺ എടുത്താൽ എന്ത് ബാക്കി ഉണ്ടാവും, -1 ഉണ്ടാവും. സോ എക്സ് ഇൻറ്റു x -1. പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഞാൻ കോമൺ എടുക്കും. ആരെ കോമൺ എടുക്കും, -3യെ കോമൺ എടുക്കും. ഞാൻ ആരെ കോമൺ എടുത്തു, -3 കോമൺ എടുത്താൽ എന്ത് കിട്ടും, -3x -3 പോയി കഴിഞ്ഞാൽ ആര് ബാക്കി ഉണ്ടാവും, എക്സ് അല്ലേ. +3യിൽ നിന്ന് -3 പോയി കഴിഞ്ഞാൽ ആര് ബാക്കി ഉണ്ടാവും, -1. കാരണം എന്താ, -3 × -1 ആണ് എന്ത് വരുന്നത്, +1 +3 വരുന്നത് അല്ലേ. നാവ് എനിക്കിവിടെ വീണ്ടും ഒരാളെ കോമൺ ആയി കിട്ടി. ആ ആളാരാണ്, x -1. So I will take an x -1 common outside. So this is going to be x -1 into x -3. Clear ആയോ, x -1 into x -3 which is equal to y. സംശയം എന്തെങ്കിലും ഉണ്ടോ? ആ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേമിൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടിയില്ലേ. സോ നമുക്ക് കിട്ടിയ ആൻസർ അവസാനം എന്താണ്, y is equal to x -1 into x -3. ക്ലിയർ ആയോ? ഇനി മിക്കവാറും ക്വസ്റ്റ്യൻസിൽ വൈൻ്റെ വാല്യൂ എന്തായിട്ട് തരും, 0 ആയിട്ട് തരും. സോ വി ക്യാൻ സേ x -1 into x -3 is equal to 0 or x is equal to 1,3. അപ്പോൾ അതിനർത്ഥം എന്താ, എക്സിൻ്റെ വാല്യൂ 1ഉം ആവാം 3ഉം ആവാം, അല്ലെങ്കിൽ 1ഉം 3ഉം ഒന്നിച്ചാവാൻ പറ്റുമോ? അങ്ങനെ രണ്ടുപേർക്കും ഒന്നിച്ചാവാൻ പറ്റില്ല അല്ലേ. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ, 1 or 3 അല്ലേ. ഇറ്റ് ക്യാൻ ബി ഐദർ 1 or ഇറ്റ് ക്യാൻ ബി 3. രണ്ടിൽ ഏതൊരു ഉത്തരം വേണമെങ്കിലും നമുക്കിതിനെ എടുക്കാൻ പറ്റും. ക്ലിയർ ആയോ? സംശയമുണ്ടോ? നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? വളരെ സിമ്പിളായൊരു കോൺസെപ്റ്റായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. പക്ഷേ വളരെ സിമ്പിളാണെങ്കിലും വീണ്ടും ഞാൻ പറയുന്നു, വളരെ സിമ്പിളായ കോൺസെപ്റ്റുകളാണ് നമ്മൾ എന്നും തെറ്റിക്കുക. ഓക്കെ, വളരെ ബുദ്ധിമുട്ടുള്ള കോൺസെപ്റ്റുകളൊക്കെ ശരിയാക്കി വളരെ സിമ്പിളായ കോൺസെപ്റ്റ് തെറ്റിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരുടെയും ഒരു ശൈലിയാണ്. ഓക്കെ, സോ അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ വി ഗോട്ട് ദ ബേസിക് ഐഡിയ ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഒരു ഇക്വേഷനും കൂടെ ചെയ്തിട്ട് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കാര്യം നമുക്ക് അങ്ങോട്ട് കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് നോക്കാമല്ലോ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ സോൾവ് ചെയ്ത് നോക്കാം അല്ലേ. സോ ഷാൽ വി സോൾവ് വൺ മോർ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യൻ എടുക്കാം. ഞാൻ ഇത്രയും നേരം ഭയങ്കര പതുക്കെയാണ് പോയെങ്കിൽ ഇനി ഞാൻ കുറച്ച് സ്പീഡപ്പ് ആക്കുകയാണ് കേട്ടോ. സോ ക്വസ്റ്റ്യൻ ഇസ് ഗോയിങ് ടു ബി y0 എന്ന് കൊടുക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം എന്ത് ചെയ്യാൻ പോകും, എപ്പോഴും y0 കൊടുക്കാൻ പോകും കേട്ടോ. സോ x² -9x + 20 is equal to 0. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, a is equal to 1, b is equal to -9 and c is equal to 20. Now I have to split b into two ways such that a into c is equal to 20. എയും സിയും 20യും കിട്ടുന്ന പോലെ ഞാൻ എന്ത് ചെയ്യണം, ബീനെ സ്പ്ലിറ്റ് ചെയ്യണം. ബീൻ്റെ വാല്യൂ എത്രയാണ്, -9. സോ ഞാൻ ബി എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ എന്ത് എഴുതാൻ പോവാണ്, -9. എങ്ങനെ ചെയ്യാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കി. ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ ഉണ്ടോ? എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടോ ആർക്കെങ്കിലും? എനിവൺ വിത്ത് എനി സജഷൻസ്? എന്തെങ്കിലും തോന്നുന്നുണ്ടോ, ഒരു ഐഡിയ തോന്നുന്നുണ്ടോ എങ്ങനെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുക? -9നെ സ്പ്ലിറ്റ് ചെയ്യണം, എന്നിട്ട് 2 ആയി തിരിക്കണം. ആ 2 തിരിക്കുന്നതിൻ്റെ പ്രത്യേകത, അത് മൾട്ടിപ്ലൈ എനിക്ക് എന്ത് കിട്ടണം, 20 കിട്ടണം. യെസ്, ഇറ്റ് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു -4 ആൻഡ് -5. എന്താ -4നെയും -5നെയും പ്രത്യേകത? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, രണ്ടും കൂടെ ആഡ് ചെയ്താൽ എനിക്ക് -9 കിട്ടും. ഐ വിൽ ഗെറ്റ് -9. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, ഐ വിൽ ഗെറ്റ് 20. സോ ദറ്റ് മീൻസ് ദാറ്റ് ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 20 കിട്ടും, രണ്ടുപേരും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് -9 കിട്ടും. ഇതാണല്ലോ എൻ്റെ കണ്ടീഷൻ അല്ലേ. എൻ്റെ കണ്ടീഷൻ എന്താണ്, വെൻ ഐ എം ആഡിങ് ദം ഐ ഷുഡ് ഗെറ്റ് ദ സെയിം വാല്യൂ ആൻഡ് വെൻ ഐ മൾട്ടിപ്ലൈ ദം ഐ ഷുഡ് ഗെറ്റ് 20. എങ്ങനെയാണ് ഈ ആഡ് ചെയ്യുമ്പോൾ സെയിം വാല്യൂ കിട്ടണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ഉള്ളതിനെ 2 ആക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ എന്താ ചെയ്യുന്നത്, ഉള്ളതിനെ 2 ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി -9 and 20. സോ ഐ വിൽ ജസ്റ്റ് റൈറ്റ് ദ സ്പ്ലിറ്റ് അല്ലേ. നമുക്ക് ആ സ്പ്ലിറ്റ് ഒന്ന് എഴുതാം. എങ്ങനെ വരും, x² -4x -5x + 20 is equal to 0. അപ്പോൾ നമുക്കിതിനെ 2 ഭാഗങ്ങളായി തിരിക്കാം. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഇതാണ്, ഇത്രയാണ് ആദ്യത്തെ ഭാഗം അല്ലേ. ഈ കാണുന്ന ഭാഗമാണ് എന്ത്, രണ്ടാമത്തെ ഭാഗം. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് രണ്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് x × x -4 അല്ലേ,
എന്താണത്? എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് പോയപ്പോൾ ആര് ബാക്കിയുണ്ട്? എക്സ് ബാക്കിയുണ്ട്. -4x എക്സ് പോയപ്പോൾ ആര് ബാക്കിയുണ്ട്? -4 ബാക്കിയുണ്ട്. പിന്നെ നമുക്ക് അടുത്ത് നോക്കാം. -5 ഇൻറ്റു എന്നാണ് ഞാൻ എഴുതുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ -5 ഓൺ എടുത്തത്? അപ്പോൾ ഇവിടെ -5 എടുക്കുമ്പോൾ ഇവിടെ ബാക്കി ആരുണ്ടാവും? ബാക്കി ഒരു എക്സ് ഉണ്ടാവും അല്ലേ? ഇവിടെ എനിക്ക് എന്താ ഉള്ളത്? +20. +20 ഇത് -5 പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് ആര് ബാക്കി ഉണ്ടാവും? -4 ഉണ്ടാവും. സോ വാട്ട് ഈസ് ഗോയിങ് ടു ബി മൈ ആൻസർ? എക്സ് -4 ഇൻറ്റു എക്സ് -5 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വി ക്യാൻ സേ എക്സ് ഇസ് ഈക്വൽ ടു 4,5 ഓർ വി ക്യാൻ സേ എക്സ് ഇസ് ഈക്വൽ ടു 4 ഓർ 5. അപ്പോൾ ഒന്നുകിൽ 4 ആയിരിക്കും, അതല്ലെങ്കിൽ 5 ആയിരിക്കും. നമുക്കതൊന്ന് ഏതെങ്കിലും ഒന്നിലേക്ക് നമുക്ക് ഓർമ്മിക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ എവറി വൺ? എല്ലാവർക്കും ആ ബേസിക് ഐഡിയ കിട്ടിയോ? സോ ദാറ്റ് ഈസ് ഹൗ വി ഡു ദ ബേസിക്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഇങ്ങനെയാണ് നമ്മൾ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ? എത്ര സിമ്പിളായ ക്വസ്റ്റ്യൻ ആണല്ലേ? എത്ര സിമ്പിളായ, എത്ര മനോഹരമായ ക്വസ്റ്റ്യൻ ആണ്. സംശയിക്കാനൊന്നുമില്ലല്ലോ ആർക്കും? ഓക്കെ, ശരി. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിന്ന് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. നമുക്കൊന്ന് കോംപ്ലിക്കേറ്റ് ചെയ്യാം ക്വസ്റ്റ്യൻ അല്ലേ? 11x തന്നെ ആയിക്കോട്ടെ, മാറ്റണ്ട. നമ്മളതൊന്ന് കോംപ്ലിക്കേറ്റ് ചെയ്തു ചെറുതായിട്ട് ഞാനൊന്ന് കോംപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ചെയ്ത് നോക്കി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. സിമ്പിളായൊരു ക്വസ്റ്റ്യനാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. എക്സ് സ്ക്വയർ -11x. അപ്പോൾ നമുക്ക് എന്ത് വേണം? യുവർ ബി ഈസ് ഈക്വൽ ടു -11 ആൻഡ് യുവർ എ സി ഈസ് ഈക്വൽ ടു -24. സോ പ്രൊഡക്റ്റ് -24ഉം ബി -11 ആവുന്ന നമ്പർ വേണം. ഇനി ഇത് കണ്ടുപിടിക്കാനേ ശരിക്കൊരു എളുപ്പപ്പണി ഉണ്ട്. ഞാനത് ചെയ്ത് കാണിച്ചു തരാം. എളുപ്പപ്പണി എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പപ്പണിയൊന്നുമല്ല, എന്നാലും തമ്മിൽ ഭേദം എന്നുള്ള പോലത്തെ ഒരു എളുപ്പപ്പണിയാണ്. ഞാനിതിനെ അങ്ങ് ഫാക്ടറൈസ് ചെയ്യാണ് കേട്ടോ. കണ്ടോ? So I am writing 24 is equal to 2 into 2 into 2 into 3. ഇങ്ങനെ വരും. ഇതിൽ നിന്ന് എനിക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കി കണ്ടുപിടിക്കാം. എങ്ങനെ? പല കോമ്പിനേഷൻസ് എടുക്കാം. ഇപ്പം ആലോചിക്കുക, 4ഉം 6ഉം അതൊരു കോമ്പിനേഷനാണ്. വർക്കൗട്ട് ആക്കിയെടുക്കാൻ പറ്റുമോ? പറ്റൂല. 4ഉം 6ഉം. എന്തുകൊണ്ടാണ് 4ഉം 6ഉം എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് 2 തുടങ്ങാം. സോ 2 and 12, 2ഉം 12ഉം അല്ലേ? 2ഉം 12ഉം. ഓക്കെ, ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് തിരുത്തിക്കോട്ടെ കേട്ടോ. ക്വസ്റ്റ്യൻ ചെറുതായിട്ടൊന്ന് തിരുത്തിക്കോട്ടെ. ഞാൻ എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ വരും? പല ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട് അല്ലേ? നമ്മുടെ മുന്നിലുള്ള ഓപ്ഷനാണ് ഒന്ന് 2ഉം ബാക്കി എല്ലാവരും കൂടെ ചേർക്കാം അല്ലേ? സോ ദ പ്രോഡക്റ്റിന് എന്ത് പോസിബിലിറ്റീസ് ഉണ്ട്? ദ ഫസ്റ്റ് പോസിബിലിറ്റി ഈസ് 2 into 12. ദ ഫസ്റ്റ് പോസിബിലിറ്റി ഈസ് 2 into 12. 2 into 12 ഇതൊരു പോസിബിലിറ്റിയാണ് അല്ലേ? 2 into 12 നമുക്ക് എന്ത് കിട്ടും? 24. ഒരെണ്ണം നെഗറ്റീവ് ആയാൽ മതി. ഏതെങ്കിലും ഒരെണ്ണത്തിന് ഞാൻ നെഗറ്റീവ് ആക്കി കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം കഴിയും. അതല്ലെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത പോസിബിലിറ്റി എന്താ? 4ഉം 6ഉം. സോ ഐ ക്യാൻ റൈറ്റ് 4 into 6. അതും എന്ത് തന്നെ വരും? 24 തന്നെ വരും. അതല്ലെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻ എന്താ? 8 into 3. അല്ലെങ്കിൽ എന്താ എൻ്റെ ഓപ്ഷൻ? 8 into 3. അതും അല്ലെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത ഓപ്ഷൻ എന്താ? വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല അല്ലേ? എല്ലാ ഓപ്ഷൻസും കഴിഞ്ഞു. എന്താണത്? 12 into 1. എനിക്കത് തന്നെ വരുന്നത് അല്ലേ? വേറെ അർത്ഥമൊന്നുമില്ലല്ലോ. 2 into 2, 8 into 3, 24 into 1. ഇത്രയും പോസിബിലിറ്റീസാണ് സത്യം പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിലൂടെ എനിക്ക് 24 കിട്ടാനുള്ള മാർഗ്ഗങ്ങളുള്ളൂ അല്ലേ? 24 എന്ന നമ്പർ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ദർ ആർ ഓൺലി സോ മെനി പോസിബിലിറ്റീസ്. എന്താണ്? ഐദർ ഇറ്റ് ഷുഡ് ബി 2 into 12 or it should be 4 into 6 or it should be 8 into 3 or it should be 24 into
1. ഇത്ര പോസിബിലിറ്റീസേ നമുക്കുള്ളൂ എന്നാണ് ആ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അതായത് നമുക്ക് പ്രൊഡക്റ്റ് 24 കിട്ടണമെന്നുണ്ടെങ്കിൽ ഐദർ യു ഷുഡ് മൾട്ടിപ്ലൈ ബിറ്റ്വീൻ 2 and 12. അതെങ്ങനെ കിട്ടിയേ? ഐ പ്രൈം ഫാക്ടറൈസ്ഡ് ഇറ്റ്. ഞാൻ എന്ത് ചെയ്തു? ഞാൻ പ്രൈം ഫാക്ടറൈസ് ചെയ്തു. ആ സമയത്ത് ചെയ്ത് വന്നപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണവും ബാക്കി എല്ലാവരും എടുത്തു. അപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്? 2 into 12 കിട്ടി. ഇവിടെ 2 എണ്ണത്തിന് എടുത്തു, ബാക്കി എല്ലാവരും എടുത്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 4 into 6 കിട്ടി. ഇവിടെ ഞാൻ 3 എണ്ണം എടുത്തുകൊണ്ട് ബാക്കി എല്ലാവരും ഒന്നിപ്പിച്ചു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 8 into 3 കിട്ടി. അടുത്ത് ഞാൻ 4 ആളെ എടുത്ത് ഇപ്പുറത്ത് ഒരാളെ എടുത്തപ്പോഴാണ് എനിക്ക് 24 into 1 കിട്ടിയത്. ക്ലിയർ ആയോ? എല്ലാ കേസിലും യു വിൽ ഗെറ്റ് ദ പ്രൊഡക്റ്റ് ടു ബി ഈക്വൽ ടു 1. ഇൻ ഓൾ ദീസ് കേസസ് യു ക്യാൻ സേ ദ പ്രോഡക്റ്റ് ഈസ് 24. ഇനി ഇതിൽ ആരെ ചൂസ് ചെയ്താലാണ് എനിക്ക് -10 കിട്ടുക? നൗ ഐ ഹാവ് ടു ചൂസ് ബിറ്റ്വീൻ ദം. ഇതിൽ നിന്ന് ആരെ ചൂസ് ചെയ്താലാണ് എനിക്ക് -10 ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക? ആലോചിച്ച് നോക്കി. ഐ ഹാവ് ടു ചൂസ് ആൻഡ് 12 and 2. ആൻഡ് ഹൗ ആം ഐ സപ്പോസ് ടു ചൂസ് ഇറ്റ്? അത് എങ്ങനെ ചൂസ് ചെയ്യണം? ഐ ആം സപ്പോസ് ടു ചൂസ് ഇറ്റ് ലൈക്ക് ഇൻ എ പെർട്ടിക്കുലർ സ്റ്റൈൽ, അല്ലേ? ഒരു പ്രത്യേക രീതി ചൂസ് ചെയ്യണം. എങ്ങനെ? -12ഉം +2ഉം. ഇഫ് ഐ ടേക്ക് -12 and +2, what is the combination I'll get? I'll get it as -10 and -24. ആ കോമ്പിനേഷനിലേക്ക് എനിക്ക് അതിനെ എത്തിക്കാൻ പറ്റും. നൗ ഐ വിൽ റൈറ്റ് ദ ഇക്വേഷൻ. എന്താ എൻ്റെ ഇക്വേഷൻ വരാൻ പോകുന്നത്? x² -12x + 2x -24 is equal to 0. ക്ലിയർ ആയോ? -12ഉം +2 കൊടുത്ത എൻ്റെ ലോജിക്ക്. യെസ്. ഇനി അടുത്ത് എന്ത് ചെയ്യാം? എക്സ് കോമൺ എടുക്കാം. അപ്പോൾ എനിക്ക് എന്ത് വരും? x -12. അടുത്ത ഞാൻ എന്ത് ചെയ്യും? -2 എടുക്കുമോ +2 എടുക്കുമോ? കാരണം എനിക്ക് എന്താ വേണ്ടത്? എക്സാണ് വേണ്ടത്. സോ 2xൻ്റെ അവിടെ നിന്ന് ഞാൻ എന്ത് കോമൺ എടുത്തു? 2 എടുത്തു. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി x -12 which is equal to 0, which is x + 2 into x -12 is equal to 0, or x is equal to 12, -2. കിട്ടിയോ? സോ x is equal to 12, -2. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻഡ് സിമ്പിൾ കോൺസെപ്റ്റ് അല്ലേ? എത്ര സിമ്പിളായ ക്വസ്റ്റ്യനും എത്ര സിമ്പിളായ ഒരു കോൺസെപ്റ്റുമാണ് അല്ലേ? യെസ്, വെരി ഗുഡ്, എക്സലൻറ്റ് അല്ലേ? നൈസ്. ക്ലിയർ ആയോ മക്കളെ എല്ലാവർക്കും അത്? സോ ദിസ് ഈസ് ഹൗ വി സോൾവ് ദ കോൺസെപ്റ്റ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അപ്പം ഞാൻ നിങ്ങൾക്ക് 2-3 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസും കൂടെ ഹോംവർക്കായിട്ട് തരാം. എല്ലാവരും ഹോംവർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഹോംവർക്കായിട്ട് ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസ് നോക്കുക. ഹോംവർക്ക് ഞാൻ മുൻപ് ഓൾറെഡി തന്നിരുന്നു കേട്ടോ. കൂടാതെ അഡീഷണലായിട്ട് തരുന്ന ഹോംവർക്കാണ്. ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്തോളൂ. x² - 8x x² - 8x + 12 is equal to 0. അടുത്ത് x² - 11x + 24 is equal to 0. ശ്രദ്ധിക്കുക, നേരത്തെ ഇപ്പോഴത്തെ നമ്മളൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നൗ ഐ വിൽ റൈറ്റ് വൺ മോർ ക്വസ്റ്റ്യൻ. 2x² + 11 22 അല്ലേ? നോക്കട്ടെ. 2x² മൈനസ് -9x. 2x² - 9x + 10 is equal to 0. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസും കൂടെ ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെയൊക്കെ ഒരു ഐഡിയ കിട്ടും. ഓഫ് കോഴ്സ് ഇതിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ചിലപ്പോൾ തോന്നും. അതിൽ നിങ്ങൾക്ക് ഈ 2 എണ്ണം വളരെ സിമ്പിളായിരിക്കും അല്ലേ? കാരണം എന്താ? നിങ്ങളുടെ ഇതിൻ്റെ പ്രൊഡക്റ്റ് എത്രയായിരിക്കണം? 12. ഇതിൻ്റെ പ്രൊഡക്റ്റ് എത്രയായിരിക്കണം? 24. ഇനി ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്തായിരിക്കണം? 10 ആണോ വരേണ്ടത്? അല്ല. നമ്മുടെ പ്രൊഡക്റ്റ് എന്താ വരേണ്ടത്? AC എന്ന് പറഞ്ഞാൽ എത്ര വരണം? AC is equal to 20. സോ ബേസിക്കലി സ്പീക്കിംഗ് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ കോൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ എത്ര പ്രൊഡക്റ്റ് വരേണ്ടത്? യുവർ AC must be equal to 12 and your B is equal to -8. Here your AC must be equal to 24 and your B must be equal to -11. Here your AC is equal to 20 and your B is equal to -9. അപ്പോൾ നമ്മൾ എന്താ ശരിക്കും ചെയ്യേണ്ടത്? യു ആർ സപ്പോസ് ടു ഫാക്ടറൈസ് ദിസ് AC അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടറൈസ് ചെയ്യണം. എന്നിട്ട് ആ ഫാക്ടറൈസ് ചെയ്തതിൽ നിന്ന് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാനായിട്ട്? ഈ ബീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ബീൻ്റെ സ്പ്ലിറ്റ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞതെല്ലാം ക്ലിയർ ആയോ ഇന്ന്? എനിക്ക് ആൻസറൊക്കെ ഓൾറെഡി കിട്ടി പല ക്വസ്റ്റ്യൻസിൻ്റെയും. വെരി ഗുഡ്.
ഓക്കെ ഫൈൻ, ശരി, വെരി ഗുഡ്, എക്സലൻറ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും കൂടെ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടെ ഇന്ന് 7-8 ക്വസ്റ്റ്യൻസിൻ്റെ ഹോംവർക്ക് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾ നന്നായി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിനെ പറ്റിയും ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസിനെ പറ്റിയും നിങ്ങൾക്കൊരു ധാരണ കിട്ടും. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളൊന്ന് മൊത്തത്തിൽ ആലോചിച്ച് നോക്കുക. നമ്മൾ എന്തിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തു? നമ്മൾ എക്സ്പൊണൻസിനെ പറ്റി ഡിസ്കസ് ചെയ്തു, നമ്മൾ പവറുകളെ പറ്റി എക്സ്പൊണൻസിനെ പറ്റി ഡിസ്കസ് ചെയ്തു, ബേസ് എക്സ്പൊണൻസ്. അത് കഴിഞ്ഞ് നമ്മൾ സയൻറ്റിഫിക് നൊട്ടേഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ പറഞ്ഞു, ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ അവസാനം പറഞ്ഞേ? ലീനിയർ ഇക്വേഷനിൻ പിന്നെ നമ്മളെന്ത് പറഞ്ഞു? ക്വാഡ്രാറ്റിക് ഇക്വേഷനും പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം മക്കളെ. ഓക്കെ, അവസാനിപ്പിക്കാം നമുക്കെന്താ ഇന്നത്തെ ക്ലാസ്? ഓക്കെ ഫൈൻ, ശരി. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നമ്മൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നാളെ നമ്മൾ വീണ്ടും അടുത്ത ടോപ്പിക്കായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനിപ്പിക്കുക. വളരെ നല്ല രീതിയിലിരുന്ന് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. ഓക്കെ, ശരി, ഫൈൻ, താങ്ക് യു.